രാവിലെ അമ്മയാണ് കേട്ടോ നേരത്തെ എണീച്ചത്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അമ്മ അതാ പുഴുക്കിനുള്ളത് കപ്പ അതാ കൊത്തി നുറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ കുറച്ച് മേടിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയൊന്നും എണീച്ചിട്ടില്ല, നല്ല തണുപ്പുണ്ട്. അങ്ങനെ അതെല്ലാം കൊത്തി കഴിഞ്ഞിട്ട് അമ്മ ഗ്യാസിൽ വെച്ചു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് പിന്നെ മണ്ണ് കടത്താനൊക്കെ കുറച്ച് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കപ്പപ്പുഴുക്കൊക്കെ ആയി, നമ്മൾ ചായയൊക്കെ കുടിച്ചു. കുഞ്ഞാറ്റ എണീച്ചു, കുഞ്ഞാറ്റയ്ക്കും ചായയൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാ പണിയും ഒരുങ്ങി. ഇനിയിപ്പോൾ കാലമൊക്കെ ഒന്ന് കഴുകി വെക്കണം. പിന്നെ തലേദിവസത്തെ കുറച്ച് ചോറുണ്ട് കേട്ടോ, അതൊന്ന് തിളപ്പിച്ചുറ്റണം. പിന്നെ ചോറിനുള്ള വെള്ളം വെക്കണം കേട്ടോ. അതൊക്കെയാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ. കുഞ്ഞാറ്റേനെ പല്ലൊക്കെ തേപ്പിച്ച് അവളൊക്കെ ചായയൊക്കെ കുടി കഴിഞ്ഞപ്പോഴത്തേനെ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇനി ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്കണം. അപ്പോൾ എന്തായാലും നല്ല തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ തലേദിവസത്തെ ചോറൊക്കെ ഇട്ട് വാർക്കുകയാണെങ്കിൽ നല്ല കേടും ഉണ്ടായില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറ് പച്ചവെള്ളം അങ്ങനെ നമ്മൾ തിളയ്ക്കാതെ, അതായത് നമ്മൾ അരിക്കൊക്കെ ഇങ്ങനെ ഇടുന്നത് പോലെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാവാതെ ഇട്ടുണ്ടെങ്കിൽ പുളികളും തന്നെ ആവില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയും, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ്. നല്ല വെള്ളം തിളച്ചിട്ട് അതിലാണ്ട് ഇട്ടിട്ടാണ്ട് ഊറ്റി കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അങ്ങനെ ഊറ്റിയെടുക്കാറാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ചോറ് പോലെ ഉണ്ടാവും, നമ്മളപ്പോൾ വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ കഴുകിയിട്ടുമാണ് ഇടാറൊന്ന്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി അത് തിളപ്പിച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ, വെറുതെ നമ്മൾ ചോറ് ഇങ്ങനെ കേടുവരുത്തി കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മൾ മണ്ണൊക്കെ ഇനി ഇഷ്ടം പോലെ ഇടാനുണ്ട് കേട്ടോ, 4 പറൊക്കെ ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കുറേശ്ശെ എനിക്കും അമ്മയ്ക്കും ഒക്കെ പറ്റുന്നത് പോലെ ഞങ്ങളാണ് കൊണ്ടുപോയി ഇടുന്നത് കേട്ടോ. പിന്നെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇളയച്ചന്മാർ വരും, അവരൊക്കെ അനിയത്തി വരും സഹായിക്കാൻ. വലിയ അനിയത്തിനെ കൊണ്ട് പിന്നെ അവൾക്ക് കയ്യിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവൾക്കൊന്നും സഹായിക്കാൻ ഒന്നിനും പറ്റില്ല. പിന്നെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചായ വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കനല്ലാത്ത പണികളൊക്കെ അവൾക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നപ്പോൾ ഗ്യാസിലാട്ടോ വെച്ചത്. കുഞ്ഞാറ്റ അതാ ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ടൗണിൽ പോയി ഇപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിത്തണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും കുറച്ച് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പകുതി കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചെടുത്ത് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തപ്പോഴത്തേനും അത് വെച്ചിട്ടുണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ അതിന് കുറച്ച് തണ്ടൊക്കെ നല്ല മൂത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അതിൻ്റെ തലഭാഗം മാത്രം കുറേശ്ശെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് അമ്മയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എൻ്റെ കൊതിയും കൊണ്ട് ഞാൻ ടൗണിൽ പോയപ്പോൾ കണ്ടപ്പോൾ ശകലം മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കേടുവരുത്തി കളയുന്നതിനേക്കാളും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മൂത്ത ഭാഗം ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ അധികം മൂപ്പില്ലാത്ത ഭാഗം എടുത്തിട്ട് നമ്മൾ എന്തായാലും തോരൻ വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എപ്പോഴൊന്നും കാണാറുമില്ല, നമ്മൾ ടൗണിൽ പോകുമ്പോൾ ഒന്നും എപ്പോഴും കിട്ടാറുമില്ല കേട്ടോ. നമ്മൾ പോകുമ്പോഴല്ലേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞാറ്റത് ഓരോരോ പരാതികളും പരിഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. ചിലപ്പോൾ ചോറ് വേണം പറയും, ചിലപ്പോൾ വെള്ളം വേണം പറയും, ചിലപ്പോൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൾ എപ്പോഴും ഓരോരോ കാര്യങ്ങളായിട്ട് അവൾക്ക് ഓരോരോ സംശയങ്ങളും കാര്യങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കും നമ്മളെന്ത് ജോലികൾ ചെയ്യുകയാണെങ്കിൽ. പിന്നെ അവളുടെ സംശയങ്ങളും അവളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് വേണം ബാക്കി നമുക്ക് നമ്മുടെ ജോലികളിൽ ഏർപ്പെടാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും നമ്മുടെ പരിപാടികളൊക്കെ ഇതാ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി മണ്ണ് കോരാൻ പോകണം കേട്ടോ. അമ്മ ഇനി അവിടെ തുണികളൊക്കെ കുറച്ച് അലക്കിയിടാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. എത്ര അലക്കിയാലും കാണാം കേട്ടോ കുഞ്ഞാറ്റയുടെ തുണികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെയും കാണുന്നുണ്ടാവും കേട്ടോ ഓരോന്ന്. അപ്പം ഇനി അമ്മ എന്തായാലും കുറച്ച് തുണികളൊക്കെ അലക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ പണിയൊക്കെ ഒരുങ്ങിയിട്ടോ. അപ്പം ഇനി കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്, അത് കോരിയിടും. അമ്മ പാവം ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ അടുക്കളത്തെ പണി ഒരുങ്ങട്ടെ പറഞ്ഞിട്ടേ ചോറൊക്കെ ആയി. ഇപ്പോൾ അതുകൂടി ഏറ്റി കുറച്ച് മണ്ണ് നമ്മുടെ ബാത്റൂമിൻ്റെ എന്താ പറയുക ഇതിലേക്ക് ഉള്ളിക്ക് മണ്ണ് വേണം. അപ്പോൾ അത് കടത്തിയിടാൻ അമ്മ അതാ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഞാനും കൂടി വന്നാൽ പിടിച്ചു കൊടുക്കാൻ ആളില്ലാണ് ഒറ്റയ്ക്ക് അമ്മ കുഞ്ഞിച്ചട്ടിയിൽ കൊണ്ടുപോകുന്നത്. കുഞ്ഞാറ്റേനെ അമ്മ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനൊക്കെ കൊടുത്തിട്ട്. പക്ഷേ ആളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല രാവിലെ. എന്നിട്ടിപ്പോൾ അവിടെ ചായയൊക്കെ കൊടുത്തു, എന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ടി വി കണ്ടിട്ട് കാർട്ടൂൺ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കഞ്ഞി വേണമെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ കഞ്ഞി കൊടുക്കണം വെച്ചിട്ടാ. നിർബന്ധിച്ച് കൊടുത്താൽ ഒന്നും കഴിക്കില്ല. നല്ല വെയിൽ മുക്കുമ്പോഴത്തേനും എന്നാൽ തന്നെ ഇപ്പോൾ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്, നല്ല മഞ്ഞും ഉണ്ട്. ഇപ്പോൾ അമ്മ വരട്ടെ വെച്ചിട്ട് ഇനി ഞങ്ങൾ 2 പേര് തന്നെ ഉള്ളൂ. പറ്റുന്നത് പോലെ കൊണ്ടുപോയിട്ടല്ലേ, നനച്ചിട്ടാൽ മണ്ണ് ഒതുങ്ങി കിട്ടുമല്ലോ കോൺക്രീറ്റ് ചെയ്യാനാകുമ്പോഴത്തേനും. തേരിക കെട്ടാനിട്ടോ, തേരിക കെട്ടാൻ ഇതെടുത്തത്.
കയറുണ്ടെങ്കിൽ പറ്റിയ അവിടെ ഉണ്ട് ഒരു കയർ കിട്ടമ്മ. പറ്റുന്നത് പോലെയൊക്കെ ഞാനും അമ്മയും കൂടി വെയിൽ നല്ല മൂക്കുന്നത് വരെയൊക്കെ വെയിൽ നല്ല ഉദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും സാധിക്കില്ല കേട്ടോ. നല്ല വെയിൽ. കാരണം ഇവിടെ ഒന്നും അധികം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ തണൽ ശകലമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാനും അമ്മയും കൂടി കുറേശ്ശെ അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കുട്ടിയുടെ തുരുമ്പാനും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ശകലം ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് അലക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതൊക്കെയാണ്. എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കണം. എന്തായാലും ഇനിയിപ്പോൾ അമ്മ പറഞ്ഞ അമ്മയുടെ ദേഹത്തു കൂടെയൊക്കെ നിറച്ച് മണ്ണായി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും ഇപ്പം എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടോ. വെള്ളം കുടിക്കാൻ ചെന്നപ്പോഴേക്ക് അപ്പം ഇനി ഭക്ഷണം കഴിക്കണം, വിശക്കാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ കുറച്ച് ഒരു 5, 8, 10, 15 വട്ടമൊക്കെ ഞങ്ങൾ ഏകദേശം കൊണ്ടുപോയിട്ടു കിട്ടും. കാരണം നമ്മൾ കുറേ ആൾക്കാരുണ്ടെങ്കിലാണല്ലോ ഇതിങ്ങനെ ചെറിയ കൊട്ടയിലല്ലേ ഇങ്ങനെ കോരി കൊണ്ടുപോയിടുന്നത്. അപ്പോൾ 2, 3, 4 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ പണിയെടുത്തത് കാണുള്ളൂ. പിന്നെ നമുക്കിങ്ങനെ വഹിക്കൂല. പിന്നെ കുറേ നേരം നമുക്കിങ്ങനെ ഇങ്ങനെ മണ്ണൊക്കെ വാരി ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ കൊട്ടയ്ക്ക് നിറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ചങ്കിൽ വെള്ളം വെറ്റി കേട്ടോ. പിന്നെ ഈ പൊടിയും കൂടി ഇങ്ങനെ അടിക്കണോണ്ടേ പൊടിയും കൂടി ആവുന്നതുകൊണ്ട് പെട്ടെന്ന് ചങ്കിലെ വെള്ളം വെറ്റിയിട്ട് ഭയങ്കര ഒരു ഇറിറ്റേഷനൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 10-20 കൊട്ടയൊക്കെ കൊണ്ടുപോയിട്ടു. പിന്നെ കുട്ടിയുടെ ബാക്കിയുള്ള തുണിയും കൂടി ഞാൻ പോയി അലക്കിയിട്ടോ. പിന്നെ കുറച്ച് തുണികൾ അമ്മ രാവിലെ അലക്കിയിട്ട് അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു ഭാഗത്ത് മടക്കി വെക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അലക്കാൻ ഇറങ്ങിയത്. അപ്പോഴത്തേനും അവൾ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞി വേണമെന്നൊക്കെ പറഞ്ഞിട്ടോ. അതൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഇതാ അമ്മ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഡാൻസൊക്കെ കളിച്ചിട്ട് അമ്മമ്മയും കുട്ടിയും കൂടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.